നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളെ 21st ക്വസ്റ്റ്യൻ. നമ്മൾ AC എന്ന് പറയുന്ന ലെസൺ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. An alternating voltage V of t equal to 220 sin 100 pi t volt is applied to a purely resistive load of 50 ohm. The time taken for the current to rise from half of the peak value to the peak value. അപ്പോൾ കറണ്ട് ഹാഫ് പീക്ക് വാല്യൂ I0/2 I0 ആവാൻ എടുക്കുന്ന ടൈമാണ് അല്ലേ. അപ്പം ഞാനിങ്ങനെ പറയാം, സപ്പോസ് ഇവിടെ ഇത് വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ. ഇത് തന്നിരിക്കുന്നത് V = V0 sin ωt ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇത് പ്യുർ റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ട് കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് വരിക I = I0 sin ωt ഫോമിലാണ് നമുക്ക് ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ വരിക അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇങ്ങനെയാണ് ആ കറണ്ടിൻ്റെ വേരിയേഷൻ നമുക്ക് വരുന്നത്. സപ്പോസ് കറണ്ട് 0 അല്ലേ പീക്ക് വാല്യൂ ആവാൻ എടുക്കുന്ന ഈ ടൈം, സോ ഇവിടുന്ന് I0 ആവാൻ എടുക്കുന്ന ടൈം T1 ആണെന്ന് വിചാരിക്കാം അല്ലേ. I0/2 ആവാൻ എടുക്കുന്ന ടൈം, സപ്പോസ് ഞാനിവിടെ ടൈം എടുത്താൽ ഈ ഹോൾ ടൈം T1 ആണ് അല്ലേ. ഇനി 0 ഹാഫ് ആവാൻ എടുക്കുന്ന ടൈം ഈ ടൈം T2 ആണെങ്കിൽ ശരിയല്ലേ. ഹാഫിന്ന് I0 ആവാൻ എടുക്കുന്ന ടൈം കാണാൻ എന്ത് ചെയ്താൽ മതി, T1 T2 മൈനസ് ചെയ്താൽ പോരെ അല്ലേ. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് കറണ്ട് 0 I0 ആവാൻ എടുക്കുന്ന ടൈം T1 കണ്ടുപിടിക്കും അല്ലേ. എന്നിട്ട് കറണ്ട് I0/2 ആവാൻ എടുക്കുന്ന ടൈം T1 കണ്ടുപിടിക്കും ശരിയല്ലേ. എന്നിട്ട് ആ T1 മൈനസ് T2 ചെയ്താൽ എൻ്റെ ആൻസറായി അല്ലേ. അപ്പം നിങ്ങൾ നോക്ക്, അപ്പോൾ ഇവിടെ കറണ്ട് I = അല്ലേ. അപ്പം നമ്മളെ കണ്ടീഷൻ ഇതാണ്, I = I0 ആണെങ്കിൽ ആ ടൈം T എന്ന് പറയുന്നത് T1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് I0 = I0 sin ωt1 എന്ന് വരും അല്ലേ. ഈ I0 കട്ട് ചെയ്തു. അപ്പോൾ ωt1 = എത്ര വന്നു, π/2 എന്ന് വന്നു അല്ലേ. അവിടെ നമുക്ക് ആ T1 ഈ ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണല്ലോ, ഇൻറ്റു T1 = π/2 ആണ്. അവിടുന്ന് T1 = എത്ര വന്നു, T/4 എന്ന് വന്നു. ഓക്കെ, ദെൻ ഇനി നമുക്ക് കാണേണ്ട എന്താ, യെസ് ഈ I0/2 ആവാൻ എടുക്കുന്ന ടൈം അല്ലേ. അതായത് I = I0/2 ആണെങ്കിൽ ആ ടൈം എത്രയാണ്, T2 ആണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഐൻ്റെ സ്ഥാനത്ത് I0/2 എന്ന് കൊടുത്തു. സോ I0/2 = I0 sin ωt2 ആണ്. അവിടുന്ന് sin ωt2 എന്ന് പറയുന്നത് എത്ര വന്നു, 1/2 എന്ന് വന്നു. അപ്പോൾ ωt2 എത്രയാണ് അല്ലേ, 30, അതായത് π/6 ആണ്. ഇവിടെ നമ്മൾ ω2 π/2 എന്ന് വെച്ചാൽ T2 എത്ര വരും, T/12 എന്ന് വരും ശരിയല്ലേ. അപ്പോൾ നമ്മളെ ഈ ടൈം എന്ന് പറയുന്നത്, നിങ്ങളെ റിക്വയർഡ് ടൈം എന്ന് പറയുന്നത് T1 T2 മൈനസ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ T/4 മൈനസ് T/12 ഇത് നമ്മൾ ചെയ്താൽ എത്ര വരും, T/6 എന്ന് വരും ശരിയല്ലേ. അപ്പോൾ T/6 ആണ്. അതിന് ആ T തന്നിട്ടുണ്ടോ, വേണ്ട, നമുക്ക് ഒമേഗ തന്നിട്ടുണ്ട് അല്ലേ. ഒമേഗ എത്രയാണ്, 100π എന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മളെ ടൈം T എന്ന് പറയുന്നത് അല്ലേ, ആ ടീൻ്റെ സ്ഥാനത്ത് 2π/ω/6 ആണ്, ഇങ്ങനെയാണ് വരിക അല്ലേ. സോ 2π/ ഒമേഗ എത്രയാണ് അല്ലേ, ഒമേഗ എത്രയാണ് 100π ആണ് ഒമേഗ, ഇൻറ്റു 6 എന്ന് വരും. ഈ പൈ കട്ട് ചെയ്തു പോവും അല്ലേ. നമുക്ക് 1/300 എന്നാണ് വരിക അല്ലേ. സോ 1/300 ആണെങ്കിൽ ഏതേ ഓപ്ഷൻ വരുള്ളൂ, യെസ് 1/3 എന്ന് പറഞ്ഞാൽ 3 പോയിന്റ് സംതിങ് അല്ലേ വരിക അല്ലേ. സോ 1/300 എന്ന് പറയുന്നത്, സോ 1/3 അല്ലേ ഇൻറ്റു 10⁻⁻² എന്ന് വരും. ഓർ ഇറ്റ് ഈസ് 10/3 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. ഇത് 3.3 ഇൻറ്റു 10⁻³ സെക്കൻഡ് ആണ്. ഓർ ഇറ്റ് ഈസ് 3.3 മില്ലി സെക്കൻഡ് എന്ന് ആൻസർ വരും അല്ലേ. സോ ടൈം 3.3 മില്ലി സെക്കൻഡ് ആണ്. സോ നമ്മൾ വിച്ച് ഓപ്ഷൻ ഓപ്ഷൻ 2 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്, 3.3 മില്ലി സെക്കൻഡ്.